പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയുമായി നേരിട്ട് പങ്കുവയ്ക്കുന്നതിനുള്ള CM വിത്ത് മീ പദ്ധതിക്ക് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിറ്റിസൺ കണക്ട് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ കോൾ ചെയ്തത് നടൻ ടൊവിനോ തോമസ് ആണ്. ശരി. ചന്തു ചന്ദ്രശേഖർ ചേരുന്നു വിവരങ്ങളുമായി. ചന്തു, ഈ സിറ്റിസൺ കണക്ട് സെന്ററിന്റെ പ്രവർത്തനം ഏത് തരത്തിലാണ്? നടൻ ടൊവിനോ തോമസുമായി എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്? പുതിയ പദ്ധതിയായ സിറ്റിസൺ കണക്ട് സെന്റർ മുഖ്യമന്ത്രി വെള്ളയമ്പലത്തെ ഓഫീസിൽ, പഴയ എയർ ഇന്ത്യയുടെ ഓഫീസിൽ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന്റെ ആദ്യ കോളായിരുന്നു നടൻ ടൊവിനോ തോമസിന്റെ. മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഈ കോൾ എടുത്ത് സംസാരിച്ചത്. ടൊവിനോ ഈ പുതിയ പദ്ധതിക്ക് ആശംസകൾ അറിയിച്ചു. ഇത് അഭിനന്ദനീയമായ പദ്ധതി എന്നതാണ് ടൊവിനോ തോമസ് അറിയിച്ചത്. ഈ വിലപ്പെട്ട അഭിപ്രായത്തിന് നന്ദി എന്ന് മുഖ്യമന്ത്രി ടൊവിനോയോട് പറഞ്ഞിരുന്നു. അതിനുശേഷം തുടർന്ന് 3 കോളുകൾ മുഖ്യമന്ത്രി അറ്റൻഡ് ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കോളുകളാണ്. അതിൽ സർക്കാരിന്റെ പദ്ധതികൾ, ആശ്വാസ പദ്ധതികൾ ലഭിച്ച ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി വിളിച്ചവരുണ്ടായിരുന്നു. മറ്റൊന്ന് ഈ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ എന്ന നിലയിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം എന്ന നിലയിൽ കോൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി നൽകുകയുണ്ടായി. ഈ കോളുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. ഇത് ഏതൊക്കെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കോളുകളാണോ ആ വകുപ്പുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. 48 മണിക്കൂറിനുള്ളിൽ ഈ സിറ്റിസൺ കണക്ട് സെന്ററുകളിൽ എത്തുന്ന കോളുകൾക്ക് അതിൽ മറുപടി ലഭിക്കും. അത് ഉടനടി പരിഹരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. ഇനി മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ട്. ആ മന്ത്രിതല നിർദ്ദേശങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ. അതല്ല എങ്കിൽ ഇനി കുറച്ച് വൈകുന്ന, ഏതെങ്കിലും സാങ്കേതികപരമായ കാരണങ്ങളാൽ വൈകുന്ന പദ്ധതികളാണെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് ഈ വിളിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും എന്നതാണ് ഈ കോൾ സെന്ററിന്റെ പ്രത്യേകത. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു റൂമുണ്ട്. ആ റൂമിൽ 24 മണിക്കൂറും ഈ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും സർക്കാരിന്റെ പുതിയ ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.